ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ഓഫ് സലാല. ഞാൻ മഹസൂമ സിറാജ്. ടേസ്റ്റ് ഓഫ് സലാലയുടെ കഴിഞ്ഞ വ്ലോഗ് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാകും, സലാലയിൽ നിന്നും ഞങ്ങൾ നാട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നാട്ടിലെ ഒരു വ്ലോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ ഇതൊരു മുരിങ്ങ മരം വെട്ടാനുണ്ടായിരുന്നു. അപ്പോൾ മോനെ കൊണ്ട് അത് വെട്ടിക്കുകയാണ്. അപ്പോൾ വ്ളോഗ് ചെയ്യുന്നതെന്ന് അറിഞ്ഞപ്പോൾ അവൻ വെറുതെ തമാശക്ക് ഓരോന്ന് പറഞ്ഞുകൊണ്ട് അതിങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവനെ ഹെൽപ്പാക്കാൻ വേണ്ടി സിറാക്കാൻ്റെ പെങ്ങൾ ഹസിയും കൂടെ വന്നിട്ടുണ്ട്. രണ്ടാളും കൂടി അത് കൊത്തി താഴെ ഇട്ടു. അതിനുശേഷം ഹസി ചക്ക കൊത്തിയെടുക്കുകയാണ്. സലാലിൽ നിന്ന് വന്ന ശേഷം എല്ലാ ഇടവിട്ട ദിവസങ്ങളിലും ചക്കയുടെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഹസി ഉണ്ടാക്കി തരാറുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് സലാലിൽ നിന്ന് ചക്കയുടെ ഡിഷൊന്നും കിട്ടാറില്ല. അതുകൊണ്ട് ഇവിടെ വന്നാൽ ഇടയ്ക്കിടെ ഉണ്ടാക്കി തരും. ചക്കയുടെ കുറേ ഡിഷസ് ഇവിടെ ഉണ്ടാക്കി തരാറുണ്ട്. ചെറിയ ചക്കയാണെങ്കിൽ അതിനെ കൊണ്ട് സാമ്പാർ വെക്കും. അതിലും കുറച്ച് വലുതാണെങ്കിൽ ഇടിച്ചക്ക ഉണ്ടാക്കും. പിന്നെ കുറച്ചുകൂടെ മൂത്തതാണെങ്കിൽ ചക്ക പുഴുങ്ങിയതാണ് ഉണ്ടാക്കാറുള്ളത്. ഇതിപ്പോൾ ചക്ക പുഴുങ്ങിയത് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഈ ഒരു ചക്ക പച്ചച്ചക്ക ഇങ്ങനെ വെട്ടിയെടുക്കുന്നതൊക്കെ കാണുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ്. എന്നാലും ഞങ്ങൾക്ക് മിക്കവാറും ദിവസങ്ങളിൽ ചക്കയുടെ എന്തെങ്കിലും ഒരു ഡിഷ് ഹസി ഉണ്ടാക്കി തരാറുണ്ട്. അപ്പോൾ ചക്ക പുഴുങ്ങിയതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് ഞങ്ങൾ ചോറിൻ്റെ കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ നാട്ടിലെത്തിയ അന്ന് ഒരു വാഴക്കുല വെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വ്ലോഗിൽ ഞാനത് കാണിച്ചു. അപ്പോൾ
2 പ്രാവശ്യം ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി വേണ്ടവർക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നതാണ്. അങ്ങനെ കുഴിമന്തിയും ടൊമാറ്റോ സാൽസയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ 7-അപ്പും കട്ടൻ ചായയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഡേറ്റ് റോളിൻ്റെ റെസിപ്പിയാണ് ഇനി ഷെയർ ചെയ്യുന്നത്. ഇതിലേക്ക് 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ഈ ഒരു റെസിപ്പി പറഞ്ഞു തന്നത് സിറാക്കാൻ്റെ പെങ്ങളാണ്. അപ്പോൾ ഇതിലേക്ക് 2 പാക്കറ്റ് മാരി ബിസ്ക്കറ്റ് നന്നായി കൈവച്ച് ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കണം. മിക്സിയിലേക്കൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഇനി ഒരു 4 ടേബിൾ സ്പൂൺ ബട്ടർ ഇതുപോലെ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് ഒരു ഫ്രൈ പാൻ വെച്ച ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇത് നന്നായി ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കിലോ ഈത്തപ്പഴം കുരു കളഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൈവച്ച് തന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി ഇത് ഈ ബട്ടറിലിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് നന്നായി ഒന്ന് വഴന്നു വന്നാൽ ഇതിലേക്ക് പൊടിച്ചു വെച്ച ബിസ്ക്കറ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. മിനിറ്റ് ഇളക്കിയ ശേഷം ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടോടെ തന്നെ ഒരു ക്ലിംഗ് ഫിലിമിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കണം. അതിനുശേഷം ഈ ഷീറ്റിലേക്ക് വെച്ച് ഇതുപോലെ റോൾ ചെയ്തെടുക്കാം. ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് വെച്ച് ഒരു 2 മണിക്കൂർ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ റോൾ ചെയ്തെടുക്കാവുന്നതാണ്. ഫ്രിഡ്ജിൽ വെച്ച് 1 മണിക്കൂർ കഴിഞ്ഞ ശേഷം ഇത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡേറ്റ് റോളാണിത്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടും. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്ക് കൂടെയാണിത്. നാട്ടിൽ വന്ന അന്ന് പറിച്ചു വെച്ച മുള്ളൻ ചക്കയാണിത്. അപ്പോൾ ഇതും പഴുത്ത് റെഡി ആയിട്ടുണ്ട്. 3-4 ദിവസം കൊണ്ട് തന്നെ പഴുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചക്കയാണിത്. ചെറിയൊരു പുളിയും ചെറിയൊരു മധുരവും ഒക്കെ ആയിട്ടാണ് ഈ ചക്ക. കുറച്ച് ഭാഗം കേടായിട്ടുണ്ട്. ബാക്കിയുള്ള ഭാഗമൊക്കെ നല്ലതാണ്. ഇവിടെ ആർക്കും മുള്ളൻ ചക്ക അത്ര ഇഷ്ടമില്ല. അപ്പോൾ രാത്രിയായപ്പോൾ ഞാൻ തന്നെയാണ് ഇത് കട്ട് ചെയ്ത് കഴിക്കുന്നത്. അപ്പോൾ ടേസ്റ്റ് ഓഫ് സലാലയുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയും നല്ല വീഡിയോസുമായി നമുക്ക് വേഗം തന്നെ കാണാം ഇൻഷാ അല്ലാഹ്.